Hi all, good morning. We will discuss Lagrange's linear PDEs in the solution. Lagrange's solution of Lagrange's linear PDE. Lagrange's linear PDE. Okay. So Lagrange's linear PDE in the form PP plus QQ equal to R. This formula PDE is Lagrange's linear PDE. We class last discuss PP plus QQ equal to R. Formula PDE is Lagrange's linear PDE. Last class discuss video Lagrange's linear PDE. Lagrange's linear PDE. Okay, അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ടൈപ്പ് ഓഫ് പി ഡി ഇ നമുക്ക് സോൾവ് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോ ഇങ്ങനെ ഒരു പി ഡി ഇ തന്നു, എക്സ് സ്ക്വയർ പി പ്ലസ് വൈ സ്ക്വയർ ക്യൂ ഈക്വൽ ടു ഇസെഡ് സ്ക്വയർ. ഇത് ഇവിടെ ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്, ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ആണ്, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഇസെഡ് സ്ക്വയർ ആണ്. അപ്പൊ ഇത് ലഗ്രാഞ്ചേസ് ലീനിയർ പി ഡി ആണ്. ഇതൊരു ലഗ്രാഞ്ചേസ് ലീനിയർ പി ഡി ആണ്. ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക? എന്താണ് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പി ഡി ഇ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഈ പി ഡി ഇ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇത് സോൾവ് ചെയ്യുക എന്നുള്ളതിന്റെ അർത്ഥം. അതായത് ഇസെറ്റ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഫോമിൽ ഒരു പി ഡി ഇ തന്നാൽ പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ ഫോമിൽ ഒരു പി ഡി ഇ തന്നു കഴിഞ്ഞാൽ ആ പി ഡി ഇ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അതിന് നമ്മൾ ആദ്യം ഒരു തിയറം ആണ് പഠിക്കാൻ പോകുന്നത്. തിയറം, ജസ്റ്റ് തിയറം ഞാൻ നോട്ട് ബുക്കിൽ എഴുതിയാൽ മതി, അതെന്താണെന്നുള്ളതൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല. തിയറം ഇതാണ്: ഇഫ് u ഈക്വൽ ടു a and v ഈക്വൽ ടു b are two independent solutions of the ordinary differential equation of the ordinary differential equation dx by p equal to dy by q equal to dz by r. Then the function phi of u comma v equal to 0, phi of u comma v equal to 0 is the general solution of the Lagrange's linear equation. Linear PDE എന്നുള്ള അർത്ഥമുള്ളൂ. linear equation PP plus QQ equal to R, where P, Q, R, U, V are functions of x, y and z. X, y and z. Okay, x, y and z.
y and z. അപ്പോ ഇതാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ രണ്ടെണ്ണം എടുക്കുകയാണ്. ഒന്ന് u ഈക്വൽ ടു a, v ഈക്വൽ ടു b. അപ്പൊ ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് ഉള്ള യും വിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ phi of u, v ഈക്വൽ ടു 0നെയാണ് നമ്മൾ എന്ത് പറയാ, ഈ പി ഡിയുടെ സൊല്യൂഷൻ ആയിട്ട് പറയാ. അതാണ് ഈ തിയറം പറഞ്ഞത്. തിയറം കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കാനില്ല, പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം. ഓക്കെ, തിയറം ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ് ചെയ്ത് വെച്ചാൽ മതി നോട്ട് ബുക്കിൽ. ഇതിൽ നമ്മൾ dx ബൈ ഓക്സിലറി ഇക്വേഷൻ ഓഫ് ലഗ്രാഞ്ച് പി ഡി, അതാണ് നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത്. ഓക്സിലറി ഇക്വേഷൻ ഓഫ് എ ലഗ്രാഞ്ച് പി ഡി, ലഗ്രാഞ്ച് ലീനിയർ പി ഡി. ഓക്സിലറി ഇക്വേഷൻ എന്താണ്? dx ബൈ പി ഈക്വൽ ടു dy ബൈ q ഈക്വൽ ടു dz ബൈ r. ഇതിനെയാണ് നമ്മൾ ലഗ്രാഞ്ചേസ് ലീനിയർ പി ഡിയുടെ ഓക്സിലറി ഇക്വേഷൻ ആയിട്ട് പറയാം. ഈ ഇക്വേഷൻ ആണ് നമ്മൾ കാണാതെ പഠിക്കേണ്ടത്. dx ബൈ പി ഈക്വൽ ടു dy ബൈ q ഈക്വൽ ടു dz ബൈ r. ഒരു പി ഡി തന്നു കഴിഞ്ഞാൽ ആ പി ഡിയിൽ നിന്ന് നമുക്ക് ഈ ഒരു ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഓക്കെ, there are two methods to solve the above auxiliary equation. Methods to solve the above auxiliary equation. ഒന്ന്, മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ്. ഈ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ രണ്ട് മെത്തേഡാണ്. ഒന്ന് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ്, പിന്നൊന്ന് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഒന്ന് ഗ്രൂപ്പിംഗ് മെത്തേഡ് വഴി നമുക്ക് ഈ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യാം. പിന്നൊന്ന് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ വഴിയും ഈ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പി ഡി തരും, സോൾവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലഗ്രാഞ്ച് ലീനിയർ പി ഡിയുടെ ഫോമിലുള്ള ഒരു പി ഡി തരും. അതിൽ നിന്ന് ക്യാപിറ്റൽ പി, ക്യാപിറ്റൽ ക്യൂ, ക്യാപിറ്റൽ ആർ നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ ഈ ഒരു ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ഈ ഓക്സിലറി ഇക്വേഷൻ എഴുതിയ ശേഷം രണ്ട് രീതിയിൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ solve x square p, cap x square small letter p plus y square small letter q equal to z square. ഓക്കെ, അപ്പൊ ഇത് പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ ഫോം ആണ്. പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ ഫോം ആണ്. So this is a Lagrange PD, Lagrange's linear PD. The Lagrange linear PD ആണ്. Solve x square p plus y square q equal to z square എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്, ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് വൈ സ്ക്വയർ ആണ്, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് z സ്ക്വയർ. അപ്പൊ ഇത് എന്ന് പറയുന്നത് ലഗ്രാഞ്ചേസ് ലീനിയർ പി ഡി ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ടത് ക്യാപിറ്റൽ പി എന്താണെന്നുള്ളത്. ക്യാപിറ്റൽ പി ഈക്വൽ ടു എക്സ് സ്ക്വയർ, ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു വൈ സ്ക്വയർ. അത് സ്മോൾ ലെറ്റർ പിയുടെ ഒപ്പം ഉള്ളതാണ് ക്യാപിറ്റൽ പി. സ്മോൾ ലെറ്റർ പി എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ലെറ്റർ പി എന്ന് പറഞ്ഞാൽ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ആണ്. സ്മോൾ ലെറ്റർ ക്യൂ എന്ന് പറഞ്ഞാൽ ഡോ ഇസെഡ് ബൈ ഡോ വൈ ആണ്. നമ്മൾ ഓൾറെഡി മുന്നിലുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്, ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് വൈ സ്ക്വയർ ആണ്, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഇസെഡ് സ്ക്വയർ. ഇത് മൂന്നെണ്ണം ആദ്യം തന്നെ എഴുതാം. ക്യാപിറ്റൽ പി എന്താണ്, ക്യാപിറ്റൽ ക്യൂ എന്താണ്, ക്യാപിറ്റൽ ആർ എന്താണ് എന്നുള്ളത് ആദ്യം തന്നെ എഴുതാം. Then auxiliary equation is dx by p equal to dy by
Q equal to dz by R ആണ്. ഇതാണ് ഓക്സിലറി ഇക്വേഷൻ. ഓക്കെ, ഏത് പ്രോബ്ലം തന്നാലും ഈ ടൈപ്പ് ഓഫ് ഏത് പ്രോബ്ലം തന്നാലും ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് dx by p equal to dy by q equal to dz by r ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താ, dx by x square equal to dy by y square equal to dz by z square. dx by x square equal to dy by y square equal to dz by z square. ഓക്കെ, അപ്പൊ ഇതാണ് ഓക്സിലറി ഇക്വേഷൻ, ഈ പ്രോബ്ലത്തിന്റെ ഓക്സിലറി ഇക്വേഷൻ. ഓക്കെ, dx by x square equal to dy by y square equal to dz by z square. ഓക്കെ, അപ്പൊ ഇത്രയും എഴുതുക. ഇതിന് ശേഷം നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോണത് ഈ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്, ഈ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഈ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ്, പിന്നെ മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ഉപയോഗിക്കുക, ഏത് സാഹചര്യത്തിലാണ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുക എന്നുള്ളത് ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ തൽക്കാലം ഈ പ്രോബ്ലത്തിൽ ഇതാണ് ഓക്സിലറി ഇക്വേഷൻ. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. dx by x square equal to dy by y square equal to dz by z square. ഓക്കെ, ഇതിൽ ഞാൻ ആദ്യം ഈ രണ്ട് ടേംസ് എടുക്കുക. dx by x square equal to dy by y square. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഗ്രൂപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ അർത്ഥം. അതാണ് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് രണ്ടെണ്ണം ഞാൻ എടുത്തു, ആദ്യത്തെയും രണ്ടാമത്തെയും, dx by x സ്ക്വയറും dy by y സ്ക്വയർ. അത് നമ്മൾ ഈക്വൽ ആണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് dx by x സ്ക്വയർ is equal to dy by y സ്ക്വയർ. വേണമെങ്കിൽ ഒരു ഇംപ്ലൈസ് ഇടാം. ഇംപ്ലൈസ് dx by x സ്ക്വയർ equal to dy by y സ്ക്വയർ. ദിസ് ഇംപ്ലൈസ് എന്താണ്, ഇനി ഇതിൽ നിന്ന് എക്സും വൈയും കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഇന്റഗ്രൽ ഓഫ് dx by x square equal to integral of dy by y square. That is integrate on both sides. Integrate on both sides. Okay. Integral dx by x square എന്താ, ഇതിനെങ്ങനെ എഴുതാം, ഇന്റഗ്രൽ x raised to minus 2 dx. ഇതിനെയോ ഇന്റഗ്രൽ y raised to minus 2 dy. ഓക്കെ, ഇന്റഗ്രൽ x raised to n dx എന്ന് പറഞ്ഞാൽ x raised to n plus 1 by n plus 1 ആണ്. ഓക്കെ, അപ്പൊ അതിവിടെ യൂസ് ചെയ്യാണ്. ഇന്റഗ്രൽ x raised to minus 2 dx is equal to എന്ത് വരും, x raised to minus 2 plus 1 by minus 2 plus 1. അപ്പൊ minus 1 by x. Integral y raised to minus 2 dy equal to minus 1 by y. Okay, so this implies എന്ത് വരും, this implies minus 1 by x is equal to minus 1 by y. Okay, this implies x is equal to y. So this implies x minus y equal to c1. X minus y equal to c1. X minus y equal to c1. Okay, x minus y equal to c1. Okay, അല്ലെങ്കിൽ x minus y equal to a എന്ന് എഴുതാം. ഓക്കെ, നമ്മുടെ തിയറം പ്രകാരമാണെങ്കിൽ x minus y equal to a എന്ന് എഴുതാം. ഓക്കെ, ഞാൻ c1 ആണ് എഴുതാറ്, അതുകൊണ്ട് c1. അപ്പോ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ്, കാരണം മൈനസ് 1 ബൈ എക്സിന്റെ റെസിപ്രോക്കല് മൈനസ് എക്സ് ആണ്, മൈനസ് 1 ബൈ വൈയുടെ റെസിപ്രോക്കല് മൈനസ് വൈ ആണ്. അപ്പൊ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് വൈ, അപ്പൊ എക്സ് ഈക്വൽ ടു വൈ, അപ്പൊ എക്സ് മൈനസ് വൈ ഈക്വൽ ടു c1. ഓക്കെ,
അപ്പൊ യു എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ എഴുതാം. ഇവിടെ നമുക്ക് യു എന്നുള്ളത് എന്താ എഴുതാം? വിച്ച് ഇംപ്ലൈസ് യു ഈക്വൽ ടു എക്സ് മൈനസ് വൈ എഴുതാം. ഓക്കെ, അപ്പൊ ഇത് കോൺസ്റ്റന്റിന്റെ ഇപ്പുറത്തെ LHS ഉള്ളത്, അതായത് ഒരു യു ഈക്വൽ ടു C1 എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ യു ഈക്വൽ ടു എക്സ് മൈനസ് വൈ. അപ്പൊ ഈ മെത്തേഡ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. dx ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു dy ബൈ വൈ സ്ക്വയർ, ഈ രണ്ടെണ്ണം ഗ്രൂപ്പ് ചെയ്തു, രണ്ട് ഭാഗത്തും ഇന്റഗ്രേറ്റ് ചെയ്തു. രണ്ട് ഭാഗത്തും ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ എക്സും വൈയും തമ്മിലുള്ള ഇക്വേഷൻ കിട്ടി. അപ്പോ എക്സ് മൈനസ് വൈ ഈക്വൽ ടു C1 എന്നാണ് നമുക്ക് കിട്ടിയത്. അതിൽ എക്സ് മൈനസ് വൈനെ ഞാൻ എന്ത് കൊടുത്തു? യു എന്ന് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ രണ്ട് ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ dy ബൈ വൈ സ്ക്വയർ ഈക്വൽ ടു dz ബൈ z സ്ക്വയർ. ഓക്കെ, dy ബൈ വൈ സ്ക്വയർ ഈക്വൽ ടു dz ബൈ z സ്ക്വയർ. അപ്പോൾ dy ബൈ വൈ സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ dy ബൈ വൈ സ്ക്വയർ ഈക്വൽ ടു ഇന്റഗ്രൽ dz ബൈ z സ്ക്വയർ. ഓക്കെ, അപ്പൊ അടുത്തത് ഇതിനെ ഇന്റഗ്രൽ y റേസ് ടു മൈനസ് ടു dy ഈക്വൽ ടു ഇന്റഗ്രൽ z റേസ് ടു മൈനസ് ടു dz. ഓക്കെ, ഇത് മൊത്തം മാറ്റുമ്പോ ഇന്റഗ്രൽ y റേസ് ടു മൈനസ് ടു dy ഈക്വൽ ടു മൈനസ് 1 ബൈ y. Integral z raised to minus 2 dz is equal to minus 1 by z. അപ്പോൾ ഇത് രണ്ട് ഈക്വേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 1 by y equal to minus 1 by z, which implies y equal to z, which implies y minus z equal to some C2 എന്ന് വിളിക്കാം. y minus z is equal to C2. അപ്പോൾ അതിനെ നമ്മൾ v equal to y minus z. v equal to y minus z. അപ്പൊ നമുക്ക് uവും കിട്ടി, vയും കിട്ടി. അപ്പൊ ജനറൽ സൊല്യൂഷൻ ഈസ് ഫ്രം എബവ് തിയറം. നമ്മൾ മുമ്പ് പറഞ്ഞ തിയറം പ്രകാരം ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ജനറൽ സൊല്യൂഷൻ ഈസ് phi of u comma v equal to 0. ഓക്കെ, ആ സൊല്യൂഷൻ തിയറം പ്രകാരം ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? phi of u comma v equal to 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മുടെ u ക്ക് സ്ഥാനത്ത് x മൈനസ് y ആണ്, v ക്ക് സ്ഥാനത്ത് y മൈനസ് z ആണ്. സോ സൊല്യൂഷൻ ഈസ് phi of x minus y comma y minus z equal to 0. Okay. So phi can be any arbitrary function. Here phi can be any arbitrary function. അപ്പോൾ ജനറൽ സൊല്യൂഷൻ ആണല്ലോ, എന്താ കാരണം? ആർബിട്രറി ഫംഗ്ഷൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ phi എന്ന് പറയുന്നത് എനി ആർബിട്രറി ഫംഗ്ഷൻ, ഏത് ആർബിട്രറി ഫംഗ്ഷൻ വേണമെങ്കിലും phi ആവാം. ഓക്കെ, x മൈനസ് വൈ കോമ വൈ മൈനസ് z is equal to 0. അതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. എങ്ങനെ? ഇത് phi of x minus y comma y minus z equal to 0 ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം, x minus y equal to phi of y minus z. ഇങ്ങനെ എഴുതാം, ഓർ ഇങ്ങനെ എഴുതിയാലും കറക്റ്റ്. x minus y equal to phi of y minus. ഇങ്ങനെ എഴുതിയാലും. ഇങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ഓക്സിലറി ഇക്വേഷൻ എഴുതിയ ശേഷം ഗ്രൂപ്പ് ചെയ്യാം. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് ചെയ്യാം. ചില സമയത്ത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. അങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ്, അതായത് ലെഗ്രാഞ്ചേസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ലെഗ്രാഞ്ചേസ് ലീനിയർ PDE സോൾവ് ചെയ്യുക എന്നുള്ളത്. അതിൽ ഫസ്റ്റ് ആണ് നമ്മൾ പഠിച്ചത് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ്. ഓക്കെ,
നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2. സോൾവ്. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. വൈ സ്ക്വയർ ഇസെറ്റ് ബൈ എക്സ് ഇൻറ്റു പി പ്ലസ് എക്സ് ഇസെറ്റ് ക്യൂ ഈക്വൽ ടു വൈ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇവിടെ സ്മോൾ ലെറ്റർ പിയുടെ അടുത്തുള്ള ക്യാപിറ്റൽ പി എഴുതുക. ക്യാപിറ്റൽ പി ഈക്വൽ ടു വൈ സ്ക്വയർ ഇസെറ്റ് ബൈ എക്സ്, ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു എക്സ് ഇസെറ്റ്, ക്യാപിറ്റൽ ആർ ഈക്വൽ ടു വൈ സ്ക്വയർ. ഓക്കെ, അതായത് ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് ഈ ടേം, ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് എക്സ് ഇസെറ്റ്, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് വൈ സ്ക്വയർ. ഓക്കെ, അപ്പൊ പി പി ക്യൂ ക്യൂ ഈക്വൽ ടു ആർ ഫോർമൽ. ഓക്സിലറി ഇക്വേഷൻ ഈസ് dx by capital P equal to dy by capital Q equal to dz by capital R. That implies dx by y square z by x equal to dy by xz equal to dz by y square. Okay. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുക എക്സ് ഡി എക്സ് ബൈ വൈ സ്ക്വയർ, അല്ല എക്സ് ഡി എക്സ് ഡി എക്സ് ബൈ വൈ സ്ക്വയർ ഇസെറ്റ്, ഈ എക്സ് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി, വിച്ച് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ എക്സ് ഇസെറ്റ്, മൂന്നാമത്തെ ഡി ഇസെറ്റ് ബൈ വൈ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മൾ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം ഈ രണ്ട് ഇത് ഉപയോഗിക്കുക, വിച്ച് ഇംപ്ലൈസ് എക്സ് ഡി എക്സ് ബൈ വൈ സ്ക്വയർ ഇസെറ്റ് ഈക്വൽ ടു ഡി വൈ ബൈ എക്സ് ഇസെറ്റ്. ഈ ഇസെറ്റും ഇസെറ്റും ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഒരു ഇസെറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഇസെറ്റ് ഉണ്ട്. ഈക്വൽ ടുന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഒരേ ടേംസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. അപ്പൊ ഡിനോമിനേറ്ററിൽ ഇവിടെ ഇസെറ്റ് ഉണ്ട്, ഇവിടെയും ഡിനോമിനേറ്ററിൽ ഇസെറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഇസെറ്റും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മള് ഈ എക്സിനെ ഇങ്ങോട്ട് എൽ എച്ച് എസിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എക്സ് സ്ക്വയർ ഡി എക്സ് ആവും. ഈ താഴെയുള്ള എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പൊ എക്സ് സ്ക്വയർ ഡി എക്സ് ആവും ഈക്വൽ ടു വൈ സ്ക്വയർ ഡി വൈ ആവും. ഈ വൈ സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പൊ വൈ സ്ക്വയർ ഡി വൈ. ഇനി രണ്ട് ഭാഗത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. ഈ ഡി എക്സും ഡി വൈയും കളയാൻ വേണ്ടിയിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് കിട്ടും. ഓക്കെ, എക്സ് ക്യൂബ് പ്ലസ് സിഒ അങ്ങനെ എന്തെങ്കിലും വരും. ഈക്വൽ ടു വൈ സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ക്യൂബ് വരും. അപ്പൊ എക്സ് ക്യൂബ് ഈക്വൽ ടു വൈ ക്യൂബ്. ഓക്കെ, പ്ലസ് സം സി എഴുതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അതാണ് ഇവിടെ ചെയ്യുന്നത്. So this is implies x cube minus y cube equal to c1. c1 ആക്കാണ് equal to c1, which implies u equal to x cube minus y cube. അപ്പൊ നമുക്ക് ആദ്യത്തെ രണ്ട് ഇക്വേഷൻ ഗ്രൂപ്പ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? u കിട്ടി, എക്സ് സ്ക്വയർ ഡി എക്സ്. അത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എക്സ് ക്യൂബ് ഈക്വൽ ടു വൈ ക്യൂബ് പ്ലസ് c1 ആവും. അപ്പൊ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഈക്വൽ ടു c1 ആവും. അപ്പൊ u ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ്. ഓക്കെ, ഇനി ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ഗ്രൂപ്പ് ചെയ്യാണ്. രണ്ടാമത്തെ ഇക്വേഷന് രണ്ടും മൂന്നും ഗ്രൂപ്പ് ചെയ്യണ വരെ ഒന്നും മൂന്നും ഒക്കെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. നമുക്ക് എന്താ വെച്ചാൽ കൃത്യമായിട്ട് ആൻസർ കിട്ടുക എന്നുള്ളത് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ആദ്യത്തെയും മൂന്നാമത്തെയും ഗ്രൂപ്പ് ചെയ്യാണ്. അപ്പൊ ആദ്യത്തെയും മൂന്നാമത്തെയും ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്ത് വരും? ആദ്യത്തെയും മൂന്നാമത്തെയും ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എക്സ് ഡി എക്സ് ബൈ വൈ സ്ക്വയർ ഇസെറ്റ് ഈക്വൽ ടു dz by y square. dz by y square.
ബി സ്ക്വയർ ബൈ വൈ സ്ക്വയർ. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇവിടെയുള്ള എക്സ് ഞാൻ താഴേക്ക് കൊടുത്തു. അപ്പോ ഈ എക്സ് ഇവിടെ കളഞ്ഞിട്ട് ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ ആക്കാം. അപ്പൊ ഈ എക്സ് ഞാൻ ഇവിടെ എഴുതിയില്ല നിൽക്കുക. അപ്പൊ ഇതിനെ ഇങ്ങനെ തന്നെ നമുക്ക് എഴുതാം. ഓക്കെ, അതായത് ഈ എക്സ് ഞാൻ ഇവിടെ നിന്ന് മാറ്റി, എന്നിട്ട് ആ എക്സ് ഇവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. അപ്പൊ ഇവിടെ എന്താവും? അവിടെ എക്സ് സ്ക്വയർ ആവും. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. കാരണം ടെക്നിക്കലി അത് തെറ്റല്ല. കാരണം എന്താണ്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ആ എക്സിന് ഇവിടെ കൊടുത്താൽ ഡി വൈ ബൈ എക്സ് സ്ക്വയർ ഇസെറ്റ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് രണ്ട് ഇക്വേഷൻസ് ഫസ്റ്റ് ലാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ എക്സിനെ ഞാൻ താഴേക്ക് കൊടുത്തു. അപ്പൊ അത് എക്സ് ഇവിടെ എക്സ് സ്ക്വയർ ആക്കും. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിൽ എന്തുണ്ടാവില്ല, എക്സ് ഉണ്ടാവില്ല. അപ്പൊ ഡി എക്സ് ബൈ വൈ സ്ക്വയർ ഇസെറ്റ് ഇസ് ഈക്വൽ ടു ഡി സെറ്റ് ബൈ വൈ സ്ക്വയർ. അപ്പൊ ഈ വൈ സ്ക്വയർ രണ്ട് ഭാഗത്തു നിന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുക ഡി എക്സ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഇസെറ്റ് ഇസ് ഈക്വൽ ടു ഡി സെറ്റ്. ഡി എക്സ് ബൈ ഇസെറ്റ് ഇസ് ഈക്വൽ ടു ഡി സെറ്റ്. ഓക്കെ, so this implies what? dx is equal to z dz. ഓക്കെ, ഈ z ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, z dz. അപ്പൊ നമ്മളിവിടെ ചെയ്ത പ്രക്രിയ എത്രയുള്ള x ഉള്ള ടേംസ് ഒക്കെ ഒന്നിച്ചാക്കുക, z ഉള്ള ടേംസ് ഒക്കെ ഒന്നിച്ചാക്കുക. അതാണ് ഈ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗിന്റെ പ്രത്യേകത. അതായത് നമ്മൾ ഇങ്ങനെ ഓക്സിലറി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ഉള്ളതിനെയൊക്കെ ഒന്നിച്ചാക്കും, ഡി എക്സും അതിന്റെ എക്സ് ഉള്ളതൊക്കെ ഒന്നിച്ചാക്കും, ഡി വൈയും വൈ ഉള്ളതൊക്കെ ഒന്നിച്ചാക്കും, ഡി സെറ്റും ഇസെറ്റ് ഉള്ളതൊക്കെ ഒന്നിച്ചാക്കും. അങ്ങനെ നമ്മൾ ഏതെങ്കിലും രണ്ട് ഇക്വേഷൻസ് എടുത്തിട്ട് ഒന്നിച്ചാക്കുക. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രൊസീജിയർ. ഇനി ഇന്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. ഇന്റഗ്രേറ്റ്സ് ഓൺ ബോത്ത് സൈഡ്സ്. Integrate on both sides. This implies integral dx is equal to integral z dz. Integral dx x, integral z dz is z square by 2 plus some c2. Which implies x minus z square by 2 equal to c2. X minus z square by 2 equal to c2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? This implies v equal to x minus z square by 2. V equal to x minus z square by 2. Okay. Okay, അപ്പോൾ നമുക്ക് ആൻസർ ജനറൽ സൊല്യൂഷൻ ഈസ് phi of u comma v equal to 0. That implies phi of x cube minus y cube comma x minus z square by 2 equal to 0. X cube minus y cube comma x minus z square by 2 equal to 0. Or എങ്ങനെ എഴുതാം? x cube minus y cube equal to phi of x minus z square by 2. ഇവിടെ phi can be any arbitrary function. Phi can be any arbitrary function. Phi, അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്? ആർബിട്രറി ഫംഗ്ഷൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതുകൊണ്ട്. ആർബിട്രറി ഫംഗ്ഷൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ സൊല്യൂഷൻ ഇതാണ്, എക്സ് ക്യൂബ് മൈനസ് ഫൈവ് ക്യൂബ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് മൈനസ് ഇസെഡ് സ്ക്വയർ ബൈ 2. എക്സ് ക്യൂബ് മൈനസ് ഫൈവ് ക്യൂബ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് മൈനസ് ഇസെഡ് സ്ക്വയർ ബൈ 2. അതല്ലെങ്കിൽ ഫൈ ഓഫ് എക്സ് ക്യൂബ് മൈനസ് ഫൈവ് ക്യൂബ് കോമ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 0. ഇതും ഇതിന്റെ സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ ഇതാണ് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ്, ലഗ്രാഞ്ചേസ് മെത്തേഡിന്റെ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ്. അതായത് ഏതെങ്കിലും നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതിയ ശേഷം ആദ്യത്തെ രണ്ട് റേഷ്യോസ് തമ്മിൽ എടുത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ 2, 3 എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ 1, 3 എടുത്ത് ചെയ്യുക. അപ്പൊ ഏതെങ്കിലും രണ്ട് റേഷ്യോസ് തമ്മിൽ എടുത്തിട്ട് ഒരേ എക്സ് ഉള്ള ടേമൊക്കെ ഒന്നിച്ചാക്കുക, വൈ ഉള്ള ടേമൊക്കെ ഒന്നിച്ചാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? അത് തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇതാണ് ലഗ്രാഞ്ചേസ് മെത്തേഡ്. ഓക്കെ, ഇതിന്റെ മോർ പ്രോബ്ലംസും ക്വസ്റ്റ്യൻ ബാങ്കും ഞാൻ ഷെയർ ചെയ്യാം, ഇന്ന് തന്നെ ഷെയർ ചെയ്യാം, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മൾ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. ഓക്കെ, താങ്ക് യു.